നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് അലർട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? എല്ലാവർക്കും വന്നു നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ദിവസം പൈസ കിട്ടുമല്ലോ. ഏണിങ് വരുന്ന സമയത്തായിരിക്കും പഴയ മ്യൂസിക്കൊക്കെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അത് എവിടെ കിടക്കുകയെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇത് ചെക്ക് ചെയ്ത് നോക്കട്ടോ എല്ലാവരും. ഓക്കെ, എല്ലാ മ്യൂസിക്കും ഇനി യൂസ് ചെയ്യാൻ കഴിയില്ല, മോണിറ്റൈസേഷൻ ആയവരോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ വരും. അത് എവിടെ കിടക്കുന്നത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കട്ടോ. അത് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, തള്ളി മാറ്റേണ്ട വീഡിയോ അല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇവിടെ ടാപ്പ് ചെയ്യുക, താഴോട്ട് വരിക, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുണ്ടല്ലേ, അതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സപ്പോർട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്നുണ്ട്, അത് ടാപ്പ് ചെയ്യുക. കണ്ടോ, യുവർ അലർട്ട് എന്നുണ്ടോ, അതിൽ ടാപ്പ് ചെയ്യുക. കണ്ടോ, ഇതെല്ലാം എനിക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വന്നതാണ്. അത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ, കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, കോപ്പറേറ്റ് മാച്ച് ഉണ്ട്. ഇത് വായിച്ചു നോക്ക്. 1 or more actions were applied to your video because of a copyright match. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. സി ഡീറ്റെയിൽസ് ടാപ്പ് ചെയ്യുക, കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക, കണ്ടിന്യൂ. കണ്ടോ, റിമൂവ് വീഡിയോ. ആ വീഡിയോ റിമൂവ് ചെയ്യുന്നത് നല്ലത്, ഏറ്റവും ബെറ്റർ. പഴയ വീഡിയോസൊക്കെ അങ്ങനെ വരുന്നൊക്കെ റിമൂവ് ചെയ്യുക. ഡിലീറ്റ് വീഡിയോ ഉണ്ടോ. വീണ്ടും ബാക്ക് പോകുന്നു. അടുത്തത് ഇതെല്ലാം വന്നതാണ്. മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് വരിക. ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരിക. അതൊക്കെ എൻ്റെ പഴയ വീഡിയോസാണ്. ഉണ്ടോ, സി ഡീറ്റെയിൽ ടാപ്പ് ചെയ്യുക, കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യാം. ഒരു പ്രാവശ്യം കാണിച്ചു തരാം. സി ഡീറ്റെയിൽസ്, കണ്ടിന്യൂ, കണ്ടിന്യൂ, കണ്ടിന്യൂ. കണ്ടോ, റിമൂവ് വീഡിയോ. ഓക്കെ, റിമൂവ്, കണ്ടിന്യൂ. എല്ലാം റിമൂവ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ശരിയാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫേസ്ബുക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്.